നമസ്തേ ബച്ചോം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. फर्स्ट क्वेश्चन, सूचना फूल कविता की ये पंक्तियाँ पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫുൾ കവിതയുടെ കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒരു ബോക്സിൽ കാണാം. एक ही भाव से हमेशा दहकते रहते हैं ये फूल, मैं इन्हें देर तक देखता रहा, फिर आँखों में उतरा गए चुभते हुए से अपने आँखन के खिलते मुरझाते फूल, घर पहुँचते ही उन्हें उखाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. ഇതാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, घर पहुँचते ही उन्हें उखाड़ फेंका किनको. അപ്പോൾ വീട്ടിലെത്തിയാൽ എന്തിനെയാണ് വലിച്ചെറിയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ പ്ലാസ്റ്റിക് പൗധോं को, സെക്കൻഡ് ഓപ്ഷൻ കാഗസി പൗധോं को, തേർഡ് ഓപ്ഷൻ അസ്ലി പൗധോं को, ഫോർത്ത് ഓപ്ഷൻ സൂക്കെ പൗധോं को. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരിക? അസ്ലി പൗധോं को അതാണ് ആൻസർ വരിക. അടുത്തത്, ഹമേഷ ദഹക്കത്തെ രഹത്തെ ഹേ യേ ഫൂൽ, കവിനെ ऐसा क्यों कहा होगा. എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറയാൻ കാരണം എന്നാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താ വരുന്നത്? ബിനാ കിസി ബദലാവ് കെ യേ ഫൂൽ ഹമേഷ ഏക് ജൈസെ രഹത്തെ ഹേ, ഇതാണ് ആൻസർ വരുന്നത്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ, പെഹ്ചാൻ കർ ലീഗേ കി കോൺസാ ക്രം സഹി ഹേ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ചുബത്തെ ഹുയേ സെ ബഹാരാന ഖിൽന മുർച്ചാന, സെക്കൻഡ് കോളത്തിൽ ബസന്ത് की आगमन की सूचना है, असली फूलों की विशेषता है, प्लास्टिक फूलों का प्रतीक है, मन में വ്യത ഉത്പന്ന ഹോനേക്ക സങ്കേത് ഹേ. അപ്പോൾ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് സഹി മിലാൻ കരേ മാച്ച് ദി ഫോളോയിങ് ചെയ്ത പോലെയൊന്നല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. ച ച ജ ത ഥ ദ ഥ അങ്ങനെ. പിന്നെ ഇപ്പുറത്ത് ഒരു 4 ബോക്സിൽ ക ഖ ഗ ഖ, പിന്നെ അങ്ങനെയാണ് ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് കായാണ് വരുന്നത്. ആൻസർ നമുക്കൊന്ന് നോക്കാം. ചുബത്തെ ഹുയേ സെ मन में व्यदा उत्पन्न होने का संकेत है, बहार आना बसंत के आगमन की सूचना है, खिलना मुरझाना असली फूलों की विशेषത है. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അടുത്തത്, सूचना झटपट और नटखट कहानी का यह अंश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे എന്നാണ്. അപ്പോൾ ഒരു ബോക്സിൽ झटपट और नटखट ആ ചാപ്റ്ററിൽ ഒരു ചെറിയൊരു ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ, സഹി വാക്യ ചുൻകർ ലഗ്യം, ശരിയായ വാക്യ സെൻറ്റൻസ് എഴുതാനാണ്. छोटा भाई नदी में बह रही है, छोटा भाई नदी में बह रहा हूँ, छोटा भाई नदी में बह रहे हैं, छोटा भाई नदी में बह रहा है. പുല്ലിംഗൊക്കെ നോക്കണം. അപ്പോൾ ഏതാണ് ശരിയായിട്ട് വരുന്നത്? 4th ആണ് ശരിയായിട്ട് വരുന്നത്. छोटा भाई नदी में बह रहा है. 5th ക്വസ്റ്റ്യൻ, നട്കട്ട് പാനി में बह गया क्यों. നട്കട്ട് പാനിയിൽ എന്താണ്, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോവാണ്. എന്തുകൊണ്ട്? പാനിക്ക ബഹാവ് തേസ്ത, പാനിയുടെ ഒഴുക്ക് എന്താണ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ ശക്തമായിരുന്നു. നട്കട്ട് കോ തൈർന നഹി ആത്താ ഥ, നട്കട്ടിന് എന്താണ്, നീന്താൻ അറിയില്ലായിരുന്നു. 6th ക്വസ്റ്റ്യൻ, നദി में डूबते उतराते हुए नटखट बहुत डर गया था, इस अनुभव पर नटखट की डायറി लिखिए. ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നട്കട്ടിൻ്റെ ഡയറി, വെള്ളത്തിൽ ഒഴുകിയ അതായത് വെള്ളത്തിൽ വീണ ആ നട്കട്ടിൻ്റെ അന്നത്തെ ദിവസത്തെ ഡയറിയാണ്. അഥവാ നദീസെ ബച്ചനെ അനുഭവക്ക ജിക്ർ കർത്തെ ഹുയെ മിത്രയ്ക്ക് നാം നട്കട്ട് ക പത്ര ലിഖിയും. നട്കട്ടിൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ആ ലെറ്റർ അല്ലെങ്കിൽ നട്കട്ടിൻ്റെ ഡയറി. 4 മാർക്കാണ്. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അടുത്ത സൂചന, ഗർ കഹാനി ക യഹ് അൻഷ് പടേ 7 से 9 तक के प्रश्न के उत्तर लिखिए എന്നാണ്. ഗർ കഹാനിയുടെ ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ 7th ക്വസ്റ്റ്യൻ നോക്കാം. पर वो तो केवल रात में रहने के लिए यहाँ आते हैं, चुपकले किसके बारे में ऐसा कहती है. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രാത്രി മാത്രം താമസിക്കാനാണ് വരുന്നതെന്ന് ചിപ്കലി ആരെക്കുറിച്ചാണ് പറയുന്നത്? ശാന്തിദാസ് കെ ബാരെ മേം, ഗിർഗിട്ട് കെ ബാരെ മേം, ദിൽഹരി കെ ബാരെ മേം, ഫർഹാദ് കെ ബാരെ മേം. നമുക്കറിയാം ഫർഹാദ് കെ ബാരെ മേം. അതാണ് കേട്ടോ ആൻസർ. അടുത്തത് 8th ക്വസ്റ്റ്യൻ, കഹാനി കെ ലിയെ ഗർ ശീർഷക് കഹാ തക് ഉചിത് ഹെ അപ്നാ വിചാർ ലിഖിയം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
ഗർ കഹാനിക്ക് ഗർ എന്ന് ആ ശീർഷകം എത്രത്തോളം ഉചിതമാണെന്നുള്ളത് എഴുതാനാണ്. നമുക്ക് നോക്കാം. സമ്പൂർണ്ണ പ്രകൃതി സബി ജീവ് ജന്തുവും കാ ഓർ മനുഷ്യ കാ ഗർ ഹെ ഇസ്ലിയെ ശീർഷക് ഉചിത് ഹെ. എന്താണ് എല്ലാ ജീവജന്തുക്കളുടെ ഒരു ഇതാണ് പ്രകൃതി, എന്താണ് എല്ലാ ജീവജന്തുക്കൾക്കും മനുഷ്യർക്കൊക്കെ ഉള്ളത് ഒരു വീട്, ആ ഒരു രീതിയിലാണ് ഒരു പേര് ഇവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഉചിതമാണെന്നാണ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകൃതി കാ ന കരേं शोषण यही है जीवन का पोषण का संदेश देते हुए പോസ്റ്റർ തയ്യാർ करें. പ്രകൃതി ന കരേं शोषण, പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് എന്നുള്ള നിലയ്ക്ക് ഒരു പോസ്റ്റർ 4 മാർക്കിൻ്റെയാണ്. അല്ലെങ്കിൽ എന്താണ് പ്രകൃതി ഹേ തോ ജീവൻ ഹേ विषय पर आपके स्कूल में संगोष्ठी चलाने वाली है, इसके लिए एक പോസ്റ്റർ തയ്യാർ കരും. ഒരു സെമിനാർ നടക്കുകയാണ് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ എന്താണ് പ്രകൃതി ഹേ തോ ജീവൻ ഹേ, അത് വെച്ചിട്ട് എന്താണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. सूचना बहुत दिनों के बाद कविता की ये पंक्तियां पढ़े, प्रश्न 10 और 11 के उत्तर लिखें. അപ്പോൾ ബഹുത്ത് ദിനവും കെ ബാദ് എന്ന കവിതയുടെ വരികളാണ് തന്നിട്ടുള്ളത്. അതിൽ 10ഉം 11ഉം ക്വസ്റ്റ്യൻസ് എന്താണ് എഴുതാനാണ്. ക്വസ്റ്റ്യൻസിൻ്റെ എന്താണ് ഉത്തരം എഴുതാനാണ്. ബഹുത്ത് ദിനവും കെ ബാദ് अब की मैं जी भर छू पाया अपनी गवई पगडंडी की चंदन वर्णी धूल. बहुत दिनों के बाद अब की मैंने जी भर ताल मखाना ഖായ ഖന്നെ ചൂസെ ജീബർ ബഹുത് ദിനോം കെ ബാദ്. ഇതാണ് തന്നിട്ടുള്ള വരികൾ. 10ാമത്തത്. സമാന ആശയ വാലെ പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലെഗേം. ഈ ആശയം വരുന്ന എന്താണ് കവിതയിൽ വരി തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അതായത് മൻപസന്ത് ദേഹാത്തി ഖാന ചക്കനേക്കാ മൗക്ക മില, ഈ ആശയം വരുന്ന വരിയാണ്. ഏതാണ്? അബ്കി മേനെ ജീബർ താൽ മഖാന ഖായ ഖന്നെ ചൂസെ ജീബർ, അതാണ് വരുന്നത്. അടുത്തത്. കോഷ്ടക് കെ ശബ്ദോം കെ മദദ് സെ വാക്യ വിസ്താർ കരേം. വാക്യ പിരമിഡ് പോലെ വാക്യ വിസ്താർ കരേം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചന്ദൻവറിന് ജീബർ ധൂൾ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. മേ ചൂപ്പായ എന്ന് തന്നിട്ടുണ്ട്. അപ്പം അടുത്ത വരി എങ്ങനെ എഴുതുക? മേ ജി ഭർ ചൂപ്പായ. അടുത്തത് മേ ജി പർ ധൂൾ ചൂപ്പായ. അടുത്തത് എന്താ വരിക? മേ ജി ഭർ ചന്ദൻവർണി ധൂൾ ചൂപ്പായ എന്നാണ് വരുന്നത് കേട്ടോ. അടുത്തത്. झटपट और नटखट कहानी का यह अंश पढ़े 11 और 13 के उत्तर लिखें എന്നാണ് ചെറിയൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. फर्स्ट है मित्र के कारण झटपट परेशान हो जाता है, पड़ोसी के कारण झटपट परेशानी हो जाता है. അടുത്തത് ആദ്യത്തെ ഫ്രണ്ട് കാരണം കൂട്ടുകാരൻ കാരണം झटपट ടെൻഷനായി എന്നാണ്. രണ്ടാമത്തത് പടോസി അയൽക്കാർ കാരണം. മൂന്നാമത്തെ छोटे भाई के कारण झटपट परेशान हो जाता है, തൻ്റെ ഇളയ സഹോദരന് കാരണം झटपटന് ടെൻഷൻ. മൂന്നാമത്തത് पिता के कारण झटपट परेशान हो जाता है. അപ്പോൾ കഹാനി झटपट और नटखट ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആൻസർ അറിയാം. മൂന്നാമത്തെ ഓപ്ഷനാണ് छोटे भाई के कारण झटपट परेशान हो जाता है. അടുത്തത്. ഉപര്യുക്ത പ്രസംഗ पर माँ और झटपट के बीच की संभावित बातचीत लेंगे. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മുകളിൽ തന്നിരിക്കുന്ന ഒരു ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് മാ ഓർ झटपट के बीच, മാമും അമ്മയും झटपട്ടും തമ്മിലുള്ള ഒരു വാർത്താലാപ കോൺവെർസേഷനാണ്. 4 മാർക്കിൻ്റെ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അടുത്തത്. സൂചന ഗർ കഹാനി ക യഹ അൻഷ് പഠേം 14 और 15 के उत्तर ലിഖേമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സൂചന എന്തിൻ്റെയാണ്? ഗർ കഹാനിയിലാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ചിപ്കലി ക്യോ ഗർ ബദൽ രഹി ഹോഗി. എന്താണ് ആൻസർ വരുന്നത്? ക്യോങ്കി ചിപ്കലി അപ്പനാ ഗർ ഫർഹാദ് കാ ഗർ മാനത്തി ഹെ ജഹാ വോ ബഹുത് ഖുഷ് ഹെ. അടുത്തത്. സംഗീതോം की സഹായത ഫർഹാദ് की ചരിത്രഗത വിശേഷതോം पर टिप्पणी लिखें. ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താനാണ്. സഹജീവിയോം से प्यार करने वाला, अकेला रहने वाला, मकान में थोड़ी सी जगह लेने वाला, शांत स्वभाव रखने वाला. ഇനി അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? പ്രകൃതി സബ്കാ ഗർ ഹെ, പ്രകൃതി എല്ലാവരുടെയും വീടാണെന്നുള്ള വിഷയത്തിനെ കുറിച്ച് എന്താണ്? വിഷയം पर ലഘുലേഖ ലിഖിം. ലഘുലേഖ എഴുതാനാണ്. 4 മാർക്കാണ്. 2 ക്വസ്റ്റ്യൻ തന്ന ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരെണ്ണം മാത്രമാണ് എഴുതണ്ടുള്ളൂ. അടുത്ത സൂചന കവിതാംശ പഠേ और प्रश्न 16 का उत्तर लिखिए. കവിതാംശ വായിച്ചിട്ട് 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. തോടി ധർത്തി പാവും पेड़ों के संग बढ़ना सीखो, पेड़ों के संग खिलना, बच्चे और पेड़ दुनिया को हरा भरा रखते हैं, नहीं समझते हैं जो दुष्कर्मों का वे फल सकते हैं. आज सभ्यता वहशी बन
पेड़ों को काट रही है. സർവേശ്വർ ദയാൽ സക്സേനയുടെ സംഗ് സാത്ത് വഹ്ഷി ക്രൂർ ആ ഒരു കവിതാംശത്തിൽ തന്നിട്ടുള്ള ഒരു വരികളാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇസ് കവിതാംശിക ആശയ ലിഖയം എന്നുള്ളതാണ്. ഈ കവിതയുടെ എന്താണ്, ഈ കവിതാംശിൻ്റെ തന്നിട്ടുള്ള കവിതയുടെ ഭാഗത്ത് നിന്ന് വരികളുടെ എന്താണ് ആശയം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിൻ്റെ ആശയം എഴുതാനാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നലത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അടുത്ത ടൈമിന് നന്നായിട്ട് പഠിക്കുക, കൂടുതൽ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ധന്യവാദ്.